സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. സോ ഈ വീഡിയോക്കകത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ ലാസ്റ്റ് വീഡിയോക്കകത്ത് ചെയ്ത സ്കിമാറ്റിക്കിൻ്റെ ആ ഒരു പർട്ടിക്കുലർ സ്കിമാറ്റിക് എങ്ങനെ നമുക്ക് പി സി ബിയിലോട്ട് കൺവേർട്ട് ചെയ്യാമെന്നാണ്. ഓക്കെ, സോ നിങ്ങൾ സ്കിമാറ്റിക് വരയ്ക്കുന്നതും അക്കൗണ്ട് ക്രിയേഷൻ്റെ ഒക്കെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട്, നിങ്ങൾ ചെക്കൗട്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ നിങ്ങളിനി ഇത് ചെയ്യേണ്ട എന്താന്ന് പറഞ്ഞാൽ ഇതിനെ ആദ്യം സേവ് ചെയ്യുക. ഓക്കെ, Ctrl+S അമക്കിയിട്ട് സേവ് ചെയ്യുക. സേവ് ചെയ്തതിന് ശേഷം ഡിസൈനിലോട്ട് പോയിട്ട് കൺവേർട്ട് സ്കിമാറ്റിക് ടു PCB ടൈപ്പ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് ഇത് ഡിഫോൾട്ടായിട്ട് തൽക്കാലം ഇരിക്കട്ടത്. നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ ഓരോരോ ടൈപ്സ് ഡിഫോൾട്ട് കാറ്റഗറി അല്ലാതെ കസ്റ്റമൈസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഇപ്പോൾ ജസ്റ്റ് ഡിഫോൾട്ടായിട്ട് നമുക്കതിനെ അപ്ലൈ കൊടുക്കുക. ഓക്കെ, ഇത് നിങ്ങൾ മറക്കരുത്, 2 ലെയർ ലൈക്ക് ചെയ്ത് ഡിഫോൾട്ടായിട്ട് വരുന്നത്, സിംഗിൾ ലെയർ ഓപ്ഷൻ ECDയിൽ ഇല്ല. ഓക്കെ, സോ അപ്ലൈ കൊടുക്കുക. അപ്ലൈ കൊടുത്തതിന് ശേഷം നമുക്കൊരു കാര്യം കാണാൻ പറ്റും. ഇവിടെ LED ഷേപ്പ് റെക്ടാങ്കിൾ കളറിലാണ് കാണാൻ പറ്റുന്നില്ലേ? കാരണം ഇത് SMD LED ആണ്. ഓക്കെ, അപ്പോൾ SMDയും ത്രൂ ഹോളും ഒക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് വിശ്വസിക്കുന്നു. അറിയത്തില്ലെങ്കിൽ നമ്മൾ കമ്മിങ് വീഡിയോസിൽ ഒന്നുകൂടെ ഞാൻ കാണിച്ചു തരും പാർട്സ് ഏതൊക്കെയാണെന്ന്. ഓക്കെ, അപ്പോൾ SMD LEDs എന്ന് പറഞ്ഞാൽ കൺവെൻഷൻ നമുക്ക് LED എന്ന് കാണുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ത്രൂ ഹോൾ ആയിരിക്കും അല്ലേ, നമുക്ക് ഇറക്കി വെക്കാൻ പറ്റുന്ന LEDs ആയിരിക്കും നമുക്ക് കാണാൻ പറ്റുന്നത്. SMD LED എന്ന് പറഞ്ഞാൽ നമ്മൾ സർഫേസിൽ മൗണ്ട് ചെയ്ത് വെക്കുന്ന LEDs ആയിരിക്കും SMD LED എന്ന് പറഞ്ഞാൽ. ഓക്കെ, നിങ്ങൾക്കത് വേണമെങ്കിൽ മാറ്റാൻ വേണ്ടി സ്കിമാറ്റിക്കിൽ ചെല്ലുക. എന്നിട്ട് ഇതിപ്പോൾ LED 0603 നടക്കുന്നത്, അതൊരു SMD മോഡൽ LED ആണ്. അപ്പോൾ അതിന് മാറ്റാൻ വേണ്ടി ഈ LED ക്ലിക്ക് ചെയ്തതിന് ശേഷം LED ത്രൂ ഹോൾ, അതായത് TH എന്ന് പറഞ്ഞാൽ ത്രൂ ഹോൾ ആണ്, നമുക്ക് ഇറക്കി വെക്കാൻ പറ്റുന്നത്. 3mm ഉണ്ട്, 5mm ഉണ്ട്. 5mm കുറച്ച് വലിയ LED ആണ്, 3mm കുറച്ച് ചെറിയ LED ആണ്. ഓക്കെ, നമുക്ക് ഇഷ്ടമുള്ള എടുക്കാം. ഞാൻ തൽക്കാലം LED ത്രൂ ഹോൾ 3mm എടുക്കുകയാണ്. ഓക്കെ, ഞാൻ ഇതിനെ റീപ്ലേസ് ചെയ്യാം, ഇതിനെ ഡിലീറ്റ് ചെയ്ത് കളയാം. എന്നിട്ട് ഇതിവിടെ കൊണ്ടുപോയിട്ട് പ്ലേസ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഈ പഴയ PCB നമ്മളിപ്പോൾ PCB കൺവേർട്ട് ചെയ്യാൻ പോയില്ലായിരുന്നോ, തൽക്കാലം അത് സേവ് ചെയ്യണ്ട. ഇത് ഒന്നുകൂടെ നമ്മളത് Ctrl+S അമക്കി സ്കിമാറ്റിക് സേവ് ചെയ്യുക. എന്നിട്ട് അതിനെ കൺവേർട്ട് സ്കിമാറ്റിക് ടു PCB കൊടുക്കുക. അപ്പോൾ ഡിഫോൾട്ടായിട്ട് പിന്നെയും വരും. ഇനി നമ്മൾ ചെയ്യുന്ന ടാസ്ക് എന്താന്ന് പറഞ്ഞാൽ, നമ്മളെ ബോർഡ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ ഓരോ ലെയേഴ്സും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ. ഓക്കെ, ടോപ്പ് ലെയർ, ബോട്ടം ലെയർ, ടോപ്പ് സിൽക്ക് ലെയർ, അങ്ങനെ കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പം ഇതിൽ ഓരോ ലെയേഴ്സിനെ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്ത് നമുക്ക് ഹൈഡ് ചെയ്യാനും ഒക്കെ പറ്റും. ഇപ്പം നമുക്ക് ടോപ്പ് ലെയറിൽ ഇപ്പോൾ തൽക്കാലം നമുക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് അവിടെ ഒന്നും കാണത്തില്ല. ബോട്ടം ലെയറിലും നമ്മളിപ്പോൾ ഒന്നും വരയ്ക്കാത്തതുകൊണ്ട്, അതായത് നമ്മളിപ്പം റൗട്ടിംഗ് ഒന്നും ചെയ്തിട്ടില്ലല്ലോ, കാരണം ട്രാക്ക് ഒന്നും വരച്ചിട്ടില്ല. ഓക്കെ, അത് നമുക്കത് കാണാൻ പറ്റത്തില്ല. ഇപ്പോൾ ടോപ്പ് സിൽക്ക് ലെയർ എന്ന് പറഞ്ഞാൽ നമ്മൾ ടെക്സ്റ്റ് ആഡ് ചെയ്യുന്ന ലെയേഴ്സ് ആണ്. ഓക്കെ, നമുക്ക് ഹൈഡ് ചെയ്യുമ്പോൾ ഈ മഞ്ഞ കളറൊക്കെ പോകും, അതായത് നമ്മൾ ടെക്സ്റ്റുകൾ ആഡ് ചെയ്യുന്ന ലെയറാണ് ടോപ്പ് സിൽക്ക് ലെയർ. ബോട്ടം സിൽക്ക് ലെയർ എന്ന് പറഞ്ഞാൽ ബോട്ടം സൈഡിൽ, ഇപ്പം മുകളിലാണെങ്കിൽ ടോപ്പ് ലെയർ, ബോട്ടത്തിലാണെങ്കിൽ ബോട്ടം സിൽക്ക് ലെയർ എന്ന് പറയും. ഓക്കെ, അപ്പോൾ ടോപ്പിലും ബോട്ടത്തിലൊക്കെ നമ്മൾ എങ്ങനെ കസ്റ്റമൈസ് ടെക്സ്റ്റ് ആഡ് ചെയ്യുന്നത് നമുക്ക് കമ്മിങ് വീഡിയോസിൽ നമുക്ക് കാണാൻ പറ്റും. ഇപ്പം നമ്മൾ തൽക്കാലം നോക്കുന്നത് ഈ ഒരു പർട്ടിക്കുലർ ടോപ്പ് ലെയറിൽ നമുക്ക് കോമ്പണൻസും കാര്യങ്ങളൊക്കെ എങ്ങനെ കൊണ്ടുവയ്ക്കാമെന്നാണ്. ഓക്കെ, നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും കോമ്പണൻസ് വെക്കാം. നമ്മൾ തൽക്കാലം ഇപ്പോൾ വെക്കാൻ പോകുന്നത് ടോപ്പ് ലെയറിലാണ്. ഓക്കെ, അപ്പോൾ ടോപ്പ് ലെയർ നമ്മൾ ആദ്യം കോമ്പണൻറ്റ് കൊണ്ടുവച്ചു. അപ്പോൾ നമുക്ക് ഈ ഒരു ടെക്സ്റ്റ് കാര്യങ്ങളൊക്കെ പുറത്തോട്ട് പോകുന്നുണ്ട്, ആ ടെക്സ്റ്റ് മാത്രം എടുത്തിവിടെ കൊണ്ടുവയ്ക്കുക. ആൻഡ് നമ്മൾ മാക്സിമം ക്രിസ് ക്രോസ് ഒഴിവാക്കാൻ നോക്കുക. അതായത് ഇപ്പം ഇത് കണ്ടോ, ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ക്രിസ് ക്രോസ് ആവുക. അപ്പോൾ ക്രിസ് ക്രോസ് ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് പല പല കാര്യങ്ങൾ ചെയ്യാം. അങ്ങോട്ടും ഇങ്ങോട്ടും പൊസിഷൻസ് മാറ്റാം. സ്പേസ് ബാർ അമുക്കുമ്പോൾ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഞാൻ സ്പേസ് ബാർ അമക്കി റൊട്ടേറ്റ് ചെയ്തപ്പോൾ ഒരു ക്രോസ് അങ്ങ് കുറഞ്ഞു. ഓക്കെ, ഇത് നോക്കുമ്പോൾ ഒന്നുകൂടെ റൊട്ടേറ്റ് ചെയ്തപ്പോൾ ആ ക്രോസിങ് എഫക്റ്റ് അങ്ങ് പോയി. നമുക്ക് ഇതിലേക്കൂടെ നമുക്ക് ട്രാക്ക് വരയ്ക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇതിൽ കാര്യം ശ്രദ്ധിക്കണം, ഇതിൻ്റെ അലൈൻമെന്റ് മാറുമ്പോൾ ഹോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പൊസിഷൻ ചേഞ്ച് ആവാൻ സാധ്യതയുണ്ട്. അതായത് നമ്മൾ വയർ കണക്ട് ചെയ്യുന്നതിൻ്റെ ബാറ്ററിയുടെ ഒക്കെ. അപ്പോൾ ഇത് ഇങ്ങനെ തിരിച്ചു വെക്കണം കേട്ടോ. ഇങ്ങനെ ശരിക്കും പറഞ്ഞാൽ ആ ഒരു ടെർമിനൽ ഇരിക്കേണ്ടത്. ഇവിടെ നിന്ന് നമ്മൾ വയർ കൊടുക്കുന്നത്. ഓക്കെ, കുറച്ച് അകത്തോട്ട് വെക്കുക, അധികം അറ്റത്ത് വെക്കേണ്ട, ക്ലിയറൻസ് കൊടുത്ത് വെക്കുക എപ്പോഴും. ഓക്കെ, അപ്പോൾ LED നമ്മൾ കൊണ്ടുവച്ചു, റെസിസ്റ്റർ കൊണ്ടുവച്ചു നമ്മൾ, ആൻഡ് നമ്മൾ സ്വിച്ചും കൊണ്ടുവച്ചു. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ട്രാക്ക് വരയ്ക്കുക. ഓക്കെ, ട്രാക്ക് വരയ്ക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമെന്ന് വിശ്വസിക്കുന്നു. അതായത് നമ്മൾ ഫിസിക്കലി ബ്രെഡ് ബോർഡിലൊക്കെ നമ്മൾ കണക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, വയേഴ്സ് ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് വയറുള്ളത്, നമുക്ക് ഇവിടെ ട്രാക്കുകളാണ് വരയ്ക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ അതിന് വേണ്ടി PCB ടൂൾസ് എടുക്കുക. നമ്മൾ ഈ PCB ടൂൾസിനകത്ത്
ട്രാക്ക് എന്ന ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ആ ട്രാക്ക് എടുക്കുക. നമ്മളിപ്പോൾ ബോട്ടം ലെയറിൽ വേണമെങ്കിൽ വരയ്ക്കാം, അല്ലെങ്കിൽ ടോപ്പ് ലെയറിൽ വേണമെങ്കിൽ ട്രാക്ക് വരയ്ക്കാം. ഓക്കെ, അപ്പോൾ ഈ ടോപ്പ് ലെയറും ബോട്ടം ലെയറും എന്തൊക്കെയാണ് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ഓരോ ലെയർ നമുക്ക് ഓരോ ഡിസ്കസ് ആക്കും. അപ്പോൾ നമുക്ക് അതിൽ കുറച്ചുകൂടി വിശദമായിട്ട് നമുക്കൊന്ന് പഠിക്കാം. തൽക്കാലം നമ്മളിപ്പം ടോപ്പ് ലെയർ എന്നത് നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ബോട്ടം ലെയർ എടുക്കുക, ഏതിലെടുക്കുക. അപ്പോൾ ഞാൻ തൽക്കാലം ബോട്ടം ലെയർ എടുക്കുകയാണ്, കാരണം നമുക്കെല്ലാം ത്രൂ ഹോൾ കോമ്പണൻസ് ആയതുകൊണ്ട് കുറച്ചുകൂടെ ബെറ്റർ എന്ന് പറഞ്ഞാൽ താഴെ കൂടെ എടുക്കുന്നതാണ്. ഓക്കെ, മീൻസ് കൺസിസ്റ്റൻസ് ഒക്കെ നല്ലത്. ഓക്കെ, അപ്പോൾ ഞാൻ ബോട്ടം ലെയർ എടുത്തു. എന്നിട്ട് ഞാൻ ട്രാക്ക് വരച്ചു. അപ്പോൾ ട്രാക്ക് ഇങ്ങനെ വരയ്ക്കുന്നതെന്ന് പറഞ്ഞാൽ ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്യുക, അപ്പോൾ സ്റ്റാർട്ട് ആവും റെഫറൻസ്. എന്നിട്ട് അവിടുന്ന് ഈ വയേഴ്സ് എവിടെയൊക്കെയാണോ കണക്ഷൻസ് പോകുന്നത് അവിടേക്ക് നമുക്ക് ഇതിനെ കണക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, കുറച്ച് ക്ലിയറൻസ് ഒക്കെ വെക്കുക ഹോളുകൾ തമ്മിൽ. ഓക്കെ, പിന്നെ നമുക്ക് ഇതിനെ ഇങ്ങോട്ട് കണക്ട് ചെയ്യാം. നമുക്ക് പിന്നെ ഇതിനെ ഇങ്ങോട്ട് ജസ്റ്റ് ഇങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടുന്ന് ബെൻഡ് ആയിക്കോളും. അപ്പോൾ അടുത്തന്നെ ക്ലിക്ക് ചെയ്യുമ്പോൾ ബെൻഡ് ആവും. ഓക്കെ, ഇവിടെ ഞാൻ പിന്നെ ജസ്റ്റ് ഇങ്ങനെ നമുക്ക് എങ്ങനെയായാലും റൊട്ടേറ്റ് ചെയ്യാം കേട്ടോ. ഞാൻ ഇവിടെ ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ അവിടെ സ്റ്റോപ്പ് ആവും. എന്നിട്ട് അവിടുന്ന് ഡയറക്ഷൻ മാറും, എങ്ങനെ വേണമെങ്കിലും മാറ്റാം. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടുന്ന് ജസ്റ്റ് ഇങ്ങനെ മാറ്റി ഡയറക്ഷൻ കൊണ്ടുപോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ട്രാക്ക് നമ്മൾ വരച്ചു. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ട്രാക്ക് വരയ്ക്കണമെന്ന് പറഞ്ഞ ഒരു പർട്ടിക്കുലർ രീതി. നമുക്ക് ഗ്രൗണ്ട് കൊടുക്കണമെങ്കിൽ, അതായത് നമ്മൾ നെറ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഗ്രൗണ്ട് നെറ്റ് എന്ന് പറഞ്ഞാൽ. അതായത് നമ്മൾ ഹോൾ ഏരിയ നമ്മൾ ഗ്രൗണ്ടായിട്ട് പോർ കൊടുക്കുക. അതായത് കോപ്പർ ഏരിയ നമ്മൾ ഫില്ല് ചെയ്യുക ചെയ്യുന്നത്. അപ്പോൾ ആ കോപ്പർ ഏരിയ ഗ്രൗണ്ടായിട്ട് ആക്ട് ചെയ്യണോ 5 മീൻസ് VCC ആയിട്ട് ആക്ട് ചെയ്യണോ നമുക്ക് തീരുമാനിക്കാം. അപ്പോൾ നമ്മളിവിടെ കോപ്പർ ഏരിയ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ ഗ്രൗണ്ട് ഓപ്ഷൻ ഉണ്ട്, VCC ഉണ്ട്. അപ്പോൾ നമുക്ക് ഏത് വേണമെങ്കിലും കൊടുക്കാൻ പറ്റും. പക്ഷെ നമ്മൾ യൂഷ്വലി ചെയ്യുന്നത് എന്തെന്ന് പറഞ്ഞാൽ നമ്മളൊരു സ്മൂത്തായിട്ട് സർക്യൂട്ട് വർക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ പ്രിഫർ ചെയ്യുന്നത് ഇങ്ങനെ വോൾട്ടേജ് ഒക്കെ ഉള്ളപ്പോൾ ലോ വോൾട്ടേജ് ഒക്കെ ആണെങ്കിൽ നമ്മൾ ഗ്രൗണ്ട് പോർ അങ്ങ് ചെയ്യും. ഓക്കെ, അതായത് കോപ്പർ ഏരിയ മൊത്തം നമ്മൾ ഗ്രൗണ്ടായിട്ട് അങ്ങ് ഡിക്ലെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് പ്രോട്ടോടൈപ്പ് ഒക്കെ ടെസ്റ്റ് ചെയ്യാനൊക്കെ എളുപ്പമാണ്. അതായത് നമുക്ക് ടെസ്റ്റ് പോയിന്റ് ഒക്കെ കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ ജസ്റ്റ് 2, 3, 4 എടുത്തും ഓരോ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് 4 പോയിന്റായി. എന്നിട്ട് നിങ്ങളുടെ മൗസിൻ്റെ നിങ്ങളുടെ റൈറ്റ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഓട്ടോമാറ്റിക് അത് ഫില്ലാവും. ഓക്കെ, അപ്പോൾ ഇതൊരു ഐലൻഡ് പോലെ നമുക്ക് ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, ഇവിടെ നമുക്കിവിടെ ഗ്രൗണ്ട് കണ്ടോ, നമ്മളിവിടെ ഗ്രൗണ്ട് ആയിരുന്നില്ല. അപ്പോൾ നമുക്കിവിടെ ട്രാക്ക് ഒന്നും കാണാൻ പറ്റുന്നില്ല, കാരണം ഈ ഒരു ഏരിയ മൊത്തത്തിൽ അതിനെ ഗ്രൗണ്ടാക്കി മാറ്റി. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ട്രാക്കിൻ്റെ ആവശ്യമുണ്ടായിരുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ തിരിച്ചും ചെയ്യാമായിരുന്നു. അതായത് നമുക്കിപ്പോൾ ഞാൻ വേണമെങ്കിൽ ഗ്രൗണ്ട് ഒഴിവാക്കായിരുന്നു എനിക്ക്. അപ്പം സപ്പോസ് ഈ ഗ്രൗണ്ടിനെ ഒഴിവാക്കിയെന്ന് വിചാരിച്ചു, അപ്പോൾ എനിക്ക് കുഴപ്പമില്ല. ഞാൻ എന്ത് ചെയ്താൽ മതി, ഗ്രൗണ്ട് പോർ അങ്ങ് ചെയ്താൽ മതി. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അവിടെ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ആയിക്കോളും. ഓക്കെ, അപ്പോൾ ഗ്രൗണ്ട് മാത്രം മീൻസ് നിങ്ങൾ ഒഴിക്കുന്ന കോപ്പർ ഏരിയ ഗ്രൗണ്ട് ആണെങ്കിൽ മാത്രമേ അത് വർക്ക് ചെയ്യത്തുള്ളൂ. അതായത് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നെറ്റ് ഗ്രൗണ്ട് ഒന്ന് കൊടുക്കണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇത് ഗ്രൗണ്ട് നമ്മൾ മാറും. ഓക്കെ, അതല്ല നിങ്ങൾ VCC കൊടുക്കുന്നെങ്കിൽ അത് VCC ആയിട്ട് മാറും ഈ ഒരു ഏരിയ. ഓക്കെ, അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് ഇത്രയും മാത്രമേ ഉള്ളൂ ഒരു PCB വരയ്ക്കാന്ന് പറഞ്ഞാൽ. സോ ഈ നമുക്ക് ഇതിനെ 3D മോഡലായിട്ട് നമുക്ക് കാണാൻ പറ്റും, 2D ആയിട്ടും കാണാൻ പറ്റും. നമ്മൾ 2D ആയിട്ട് കാണാൻ വേണ്ടി നമുക്ക് ഇങ്ങനെ ചെയ്യാം, സൂം ചെയ്യാം, സൂം ഔട്ട് ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ കളേഴ്സ് ഒക്കെ മാറ്റി നോക്കാം, ഏത് കളറായിരിക്കും നല്ലതെന്നൊക്കെ ചെക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, പിന്നെ നമുക്ക് ഇതിൻ്റെ 3D വ്യൂസ് നമുക്ക് വേണമെങ്കിൽ നോക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ 3D വ്യൂ. ഓക്കെ, നമ്മൾ ആ ബാറ്ററി ഇവിടെ കണക്ട് ചെയ്യും, പുഷ് ബട്ടൺ ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഓൺ ഓഫ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ സിമ്പിൾ ഒരു എക്സാമ്പിൾ ആയിരുന്നു നമ്മുടെ ഫസ്റ്റ് PCB നമ്മൾ ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണം. ആൻഡ് നമ്മുടെ നെക്സ്റ്റ് വീഡിയോക്ക് നമുക്ക് ഇനി കുറച്ചും കൂടെ നമ്മൾ എക്സാമ്പിൾസ് ചെയ്യും. നമുക്ക് ഓരോ ലെയേഴ്സ് എന്തൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ആക്കും. ആ ഒരു ലെയേഴ്സ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, കൂടുതൽ എക്സാമ്പിൾസ് ചെയ്യും. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ അണ്ടർസ്റ്റാൻഡിങ് വരും നമുക്ക് ഈ ഒരു സോഫ്റ്റ്വെയർ നമുക്ക് PCB എങ്ങനെ ഡിസൈൻ ചെയ്യാമെന്ന് എഫക്റ്റീവായിട്ട്. ഓക്കെ, സോ നമുക്ക് ഈ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടിൽ ദെൻ സ്റ്റേ ട്യൂൺഡ്.